കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രതി തടവ് ചാടിയ സംഭവത്തിൽ തടവ് പുള്ളികൾക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചതിൽ വീഴ്ച. ഹർഷാദിന് വെൽഫെയർ ഡ്യൂട്ടി നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച്. ഹർഷാദിന് 9 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണമായിരുന്നു. ഇവരുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഡ്യൂട്ടി നിശ്ചയിച്ചതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. 2 ദിവസമായിട്ടും ഇതുവരെ ഹർഷാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സംസ്ഥാനം വിട്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. അതായത് സംസ്ഥാനത്തിനകത്ത് തന്നെ ഇപ്പോൾ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലും ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. അതായത് സെൻട്രൽ ജയിലിലെ പ്രതി തടവ് ചാടിയ സംഭവത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് തടവ് പുള്ളികൾക്ക് ഡ്യൂട്ടി ക്രമീകരിച്ച് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ വെൽഫെയർ ഡ്യൂട്ടിയാണ് ഹർഷാദിന് നൽകിയത്. പക്ഷേ വെൽഫെയർ ഡ്യൂട്ടി നൽകണമെങ്കിൽ ഇവർ അവസാനമായി ഇവരുടെ ശിക്ഷയുടെ അവസാന കാലഘട്ടത്തിലാണ് ഇവർക്ക് വെൽഫെയർ ഡ്യൂട്ടി നൽകുക. അതായത് ഇവരുടെ നല്ല നടപ്പ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വെൽഫെയർ ഡ്യൂട്ടിക്ക് ആളുകളെ നിയോഗിക്കാറുള്ളൂ. പക്ഷേ ഹർഷാദ് പിടിച്ചുപറി, അതുപോലെ തന്നെ മോഷണം തുടങ്ങിയ കേസുകളിൽ അടക്കം പ്രതിയായിരുന്നു. ഇപ്പോൾ മയക്കുമരുന്ന് കേസിലാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരാളെ 1 വർഷമേ ആയിട്ടുള്ളൂ ഇയാൾ ഈ ജയിലിലെത്തിയിട്ട്. അപ്പോൾ 1 വർഷമായപ്പോൾ തന്നെ ഇയാളെ വെൽഫെയർ ഡ്യൂട്ടിക്ക് എത്തിച്ചത്, വെൽഫെയർ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് വലിയ ഗുരുതര വീഴ്ച തന്നെയാണ്. അതൊരു ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. ഹർഷാദിന് ഇനി ഏകദേശം 9 വർഷം കൂടി ശിക്ഷ അനുഭവിക്കാനുണ്ട്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.